നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ ബലാത്സംഗം വളരെയധികം നടക്കുന്നതായിരുന്നു. സുഹൃത്തിനൊപ്പം ഇരുന്ന പെൺകുട്ടിയെ സുഹൃത്തിനെ മർദ്ദിച്ച ശേഷം രണ്ടുപേർ ബലമായി ചേർന്ന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ നടക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രതി പിടിയിലായിരിക്കുകയാണ്. ഈ കേസിൽ പിടിയിലായിരിക്കുന്നത് സർവകലാശാലയ്ക്ക് സമീപം വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന കോട്ടൂർ സ്വദേശി ജ്ഞാനശേഖരനാണ്. ഇയാൾ 3/4 മണിക്കൂറോളം പെൺകുട്ടിയെ ഉപദ്രവിച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. പോലീസിന്റെ എഫ്ഐആറിലടക്കമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സംഭവ ദിവസം തന്നെ മറ്റൊരു പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ പുരുഷ സുഹൃത്തിനൊപ്പം നിൽക്കുകയായിരുന്ന 2ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ കന്യാകുമാരി സ്വദേശിയാണ് 37-കാരനായ ജ്ഞാനശേഖരൻ അതിക്രൂരമായി ഉപദ്രവിച്ചത്. മാത്രമല്ല, പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടി സുഹൃത്തായ 4ാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം ഇരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. പ്രതി ഇരുവരുടെയും അടുത്തെത്തി പ്രകോപനമില്ലാതെ ഇരുവരെയും അടിച്ചു. ഇതോടെ പെൺകുട്ടിയെ തനിച്ചാക്കി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പുരുഷ സുഹൃത്ത് പേടിച്ചോടിപ്പോയി. ഇതോടെ പ്രതി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയായിരുന്നു. സർവകലാശാല ലാബിന് പിന്നിലുള്ള ആളൊഴിഞ്ഞ റോഡിലേക്ക് പെൺകുട്ടി എത്തിച്ചായിരുന്നു പീഡനം നടത്തിയത്. തന്നോടൊപ്പവും അതിക്രമത്തിന് തൊട്ടു മുൻപ് തന്നെ ഫോണിൽ വിളിച്ച വ്യക്തിക്കൊപ്പവും സമയം ചിലവിടണം എന്നാണ് ഇയാൾ പെൺകുട്ടിയോട് പറഞ്ഞത് എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോൺ ചെയ്ത വ്യക്തിയെ പ്രതി സാർ എന്നാണ് വിളിച്ചത്. പെൺകുട്ടിയെ ഉടൻ വിട്ടയക്കാമെന്ന് ഇയാൾ സാറിനോട് ഉറപ്പ് നൽകി. പോലീസിന് കിട്ടിയ പരാതിയിൽ ഈ ഒരു വിവരങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം 3/4 മണിക്കൂറോളം ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് അച്ഛൻ്റെ മൊബൈൽ നമ്പർ എടുത്ത് ഇയാൾ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുമെന്ന ഭീഷണിയും ഇതിനിടയിൽ ഉയർത്തുകയുണ്ടായി. ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോകരുതെന്ന് ഭീഷണിപ്പെടുത്തി. വിളിക്കുമ്പോഴെല്ലാം വരണമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ നടത്തിയതിനു ശേഷമാണ് ഇയാൾ പെൺകുട്ടിയെ വിട്ടയച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം പെൺകുട്ടിയുടെ മേൽവിലാസം അടക്കമുള്ള വിവരങ്ങളെല്ലാം അടങ്ങിയ എഫ്ഐആർ ചെന്നൈ പോലീസ് വെബ്സൈറ്റിൽ പങ്കുവച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ് പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവരാൻ കാരണമായത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. അതിനിടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അടക്കം നേതാക്കൾക്കൊപ്പം ഈ പ്രതി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രതിപക്ഷം പുറത്തുവിട്ട് കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സൈതപ്പെട്ടിലെ DMK വിദ്യാർത്ഥി വിഭാഗം ഭാരവാഹിയായിരുന്നു ജ്ഞാനശേഖരൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ ആരോപിച്ചു. അറസ്റ്റിലായ പ്രതി ജ്ഞാനശേഖർ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ എക്സിൽ വിമർശനം ഉന്നയിച്ചു. ഷെയിം ഓൺ യു സ്റ്റാലിൻ എന്ന #കൂടിയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത്. DMKയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സെയ്തായി ഈസ്റ്റ് ഡെപ്യൂട്ടി ഓർഗനൈസറാണ് ജ്ഞാനശേഖർ എന്നും അണ്ണാമലൈ ആരോപിച്ചു. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള കുറ്റകൃത്യങ്ങളിൽ ഒരു നിശ്ചിത പാറ്റേൺ കാണുന്നുണ്ടെന്നും ആദ്യം ഒരു ക്രിമിനൽ DMKയിൽ അംഗമാകുന്നു, തുടർന്ന് DMKയുടെ നേതാക്കളുമായി ഇയാൾ അടുപ്പത്തിലാകുകയും രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പോലീസിൽ സമ്മർദ്ദം ചെലുത്തി തേച്ചു മായ്ച്ചു കളയുകയും ചെയ്യുന്നു. ഇത് പ്രതികൾക്ക് കൂടുതൽ കുറ്റം ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് എന്നും അണ്ണാമലൈ എക്സിൽ കുറിച്ചു.